കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ജാസ് ടു ടിപ്സ്. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് മിടുക്കർക്കും മിടുക്കികൾക്കും സ്വാഗതം. ടുഡേസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? കംപ്ലീറ്റ് ദി ഗെയിം ഹു ആം ഐ, റീഡ് ദി പാസേജ്, ദ ഫ്ലൈറ്റ് ആൻഡ് റീയൂണിയൻ. ഡു ദ ആക്ടിവിറ്റീസ് 3 and 4, പേജ് നമ്പർ 86 and 87. Prepare the conversation between the father and Abin. Complete the page I can. കൂട്ടുകാരെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ ബട്ടൺ അമർത്തുക. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? മൈ വേർഡ്സ് അഥവാ ഹു ആം ഐ എന്ന പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യുവാനുള്ളതാണ് അല്ലേ? റീഡ് ദി സെന്റൻസസ് ബിലോ, ഫിൽ ദി ബോക്സസ് വിത്ത് ദാറ്റ് ദേ സജസ്റ്റ്. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തത് എന്നാണ് നമ്മളോട് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ നമുക്കത് നോക്കാം. ഐ എം എ ബേർഡ്, ഐ ക്യാൻ ഫ്ലൈ ഹൈ. 4 ലെറ്റർ ഉള്ള ആ ബേർഡ് ഏതായിരിക്കും? ക്രോ ആയിരിക്കും അല്ലേ? സെക്കൻഡ് വൺ, അവർ ഹോം ഈസ് ദ സീ, വി കം ടു ദി ഷോർ ആൻഡ് ഗോ ബാക്ക്. അത് ടീച്ചർ ഇന്ന് തന്നതാണ്. ഏതാണ്? വേവ്സ് ആണ്. ഐ പ്രൊട്ടക്ട് ബേർഡ്സ് ഫ്രം ദി ഹീറ്റ് ആൻഡ് കോൾഡ്, ഐ ഗിവ് കളേഴ്സ് ടു ദി ബേർഡ്സ്, my name starts with the letter F. ഏതായിരിക്കും? Yes, feathers or feather. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. I am a white bird with a long beak. I can catch fish easily. ഏതാണ്? ആദ്യം നമ്മുടെ അഭിനെ സഹായിച്ച ക്രെയിൻ ആണല്ലേ? I am bigger than a hill. Rivers start from me. ഏതായിരിക്കും? യെസ്, മൗണ്ടെയിൻ ആണല്ലേ? പർവ്വതങ്ങൾ. യു ക്യാൻ ഫീൽ മീ ബട്ട് കനോട്ട് സീ മീ, വെൻ ഐ ബ്ലോ ദ ട്രീസ് സ്വേ. ഏതാണ്? കാറ്റാണല്ലേ? വിൻഡ്. പീപ്പിൾ വിയർ മീ ഓൺ ദ ഫിംഗേഴ്സ്, ഐ എം റൗണ്ട് ഇൻ ഷേപ്പ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഏതാണ്? റിംഗ്, മോതിരം. ഐ എം കവേർഡ് വിത്ത് ഫൈൻ സാൻഡ്, വേവ്സ് കം ആൻഡ് ഹിറ്റ് മീ, സം കളക്ട് ഷെൽസ് ഫ്രം മീ. എവിടെ നിന്നാ? സീ ഷോറിൽ നിന്നാണല്ലേ? നെക്സ്റ്റ് പ്രവർത്തനം അല്ലെങ്കിൽ ആക്ടിവിറ്റി 3 ആണ്. ദ ക്രെയിൻ ഫ്ലൂ ബാക്ക് ഹോം, ഇറ്റ്സ് യങ് വൺസ് were waiting for her. She told them everything that had happened. അതായത് നമ്മുടെ ക്രെയിനും ഉണ്ടാവില്ലേ വീട്, ആ വീട്ടിലേക്ക് പോയിട്ട് അവളുടെ മക്കളോട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാരെ വായിക്കുക. The crane took Abin to the seashore where he lived. The journey was like a tour to him. He saw many places on his way. You may also have visited so many such places. List some of those places. എന്താന്ന് വെച്ചാൽ കൊക്ക് താമസിക്കുന്ന കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. യാത്ര അവനൊരു വിനോദയാത്ര പോലെയായിരുന്നു. വഴിക്ക് പല സ്ഥലങ്ങളും അവർ കണ്ടു. നിങ്ങളും ഇതുപോലെ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ? അത്തരം ഏതാനും സ്ഥലങ്ങളുടെ പേരെഴുതുവാനാണ് പറയുന്നത്. നമുക്ക് എഴുതാം. നമ്മളിപ്പോൾ ആ വേർഡ് വെബ് കംപ്ലീറ്റ് ആക്കാനാണ് പോകുന്നത്. പ്ലേസസ് വിസിറ്റഡ്, നിങ്ങൾ പ്ലേസ് വിസിറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ബീച്ച്, ഫോറസ്റ്റ്, പാർക്ക്, ഫാം, സൂ, ഡാം അറിയില്ലേ കൂട്ടുകാർക്ക്? ഹാർബർ എന്ന് വെച്ചാൽ ഷിപ്പൊക്കെ നിർത്തിയിടുന്ന സ്ഥലങ്ങൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. ഗാർഡൻ, പിന്നെ എയറോഡ്രോം തുടങ്ങിയൊക്കെ കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാകും. അതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂട്ടുകാർ ഇതുപോലെ എഴുതി ചേർക്കുക. ദെൻ ആക്ടിവിറ്റി 4 ആണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഫിൽ ഇൻ ദ വേർഡ് വെബ് വിത്ത് ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. ഈ വേർഡ് വെബ് ഒന്ന് പൂർത്തിയാക്കാം നമുക്ക്. മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ്, ഞാനിവിടെ പാർക്കിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. കൂട്ടുകാർക്ക് ഇപ്പോൾ സൂവിനെ കുറിച്ച് എഴുതാം, അങ്ങനെ ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് എഴുതാം കേട്ടോ. മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് പാർക്ക്. ഇനി പാർക്കിൽ എന്തൊക്കെയുണ്ടെന്ന് എഴുതാം. സീസോ, സ്ലൈഡ്, സ്വിങ്, പോണ്ട്. കൂട്ടുകാർക്ക് ഇവിടെ ഗാർഡൻ എഴുതാം, മേരി ഗോ റൗണ്ട് എന്നൊക്കെ എഴുതാം കേട്ടോ. യൂസ് ഡീറ്റെയിൽസ് ഇൻ ദി വേർഡ് വെബ് ആൻഡ് ഡിസ്ക്രൈബ് ദി പ്ലേസ് ഇൻ ദി സ്പേസ് ഗിവൺ ബിലോ. ഈ കാണുന്ന സ്പേസിൽ ആ പാർക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുവാനാണ് പറയുന്നത്. മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് എ പാർക്ക്. വി ക്യാൻ പ്ലേ ഇൻ ദ പാർക്ക്. വി ക്യാൻ പ്ലേ ഓൺ ദ സീസോ ആൻഡ് മേരി ഗോ റൗണ്ട്. ഗോയിങ് ടു ആൻഡ് ഫ്രോ ഇൻ ദ സ്വിംഗ് ഈസ് എ thrilling experience. There is a pond in the park. There are water lilies in it.
All this make the park my favorite place. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫാദർ ആൻഡ് അബിൻ തമ്മിലുള്ള കോൺവേഴ്സേഷൻ ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇതേ കോൺവേഴ്സേഷൻ ഇട്ട് പോയിരുന്നു. അത് എന്താണ് അറിയാതെ ഇട്ട് പോയതാണ് കേട്ടോ. കൂട്ടുകാർ ഇപ്പോൾ ഇത് എഴുതിക്കോളൂ. നമ്മൾ കഴിഞ്ഞ തവണ എഴുതിയ അതേ കോൺവേഴ്സേഷൻ ആണ് കേട്ടോ ഇത്. അബിൻ, ഇറ്റ്സ് ഓക്കെ ഫാദർ, ഐ വാസ് ഫാർ എവേ. ഫാദർ, ഫാർ എവേ? വാസ് there anybody to help you? Abin, that big fish gave me a magic ring. Father, really? Abin, yes father, I will get help if I rub the ring. Father, who brought you here? Abin, a magic ring. It helped me in many ways. Father, will you please show me that magic ring? Abin, here you are. Please don't rub it. Father, thank you. നെക്സ്റ്റ് ആക്ടിവിറ്റി ഈവൻസ് ഓഫ് ദി സ്റ്റോറി ഒന്ന് റീഅറേഞ്ച് ചെയ്യലാണ്. നമുക്കതൊന്ന് ചെയ്യാം. ഇവിടെ കംപ്ലീറ്റ് ആക്കാം ഞാൻ. സെക്കൻഡ് ഇവൻ്റ് എന്താണ്? അബിൻ കൗണ്ടഡ് ദി ബോർഡ്സ്. അവിടെ യു ആണ് മഞ്ഞ ബോക്സിൽ വരിക. അബിൻ സോ ദി കൈറ്റ്സ് ആൻഡ് ക്രോസ്. അവിടെ സി ആണ് മഞ്ഞ ബോക്സിൽ യെല്ലോ ബോക്സിൽ വരിക. അബിൻ ക്യാരിഡ് ദ ബിഗ് ഫിഷ്. അവിടെ സി ആണ് യെല്ലോ ബോക്സിൽ വരിക. അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ. അവിടെ ഇ ആണ് യെല്ലോ ബോക്സിൽ വരിക. ദ ഫിഷ് ഗേവ് അബിൻ എ മാജിക് റിംഗ്. അവിടെ എസ് ആണ് യെല്ലോ ബോക്സിൽ വരിക. ഫാദർ ടോൾഡ് സോറി ടു അബിൻ. എസ് ആണ് അവിടെയും യെല്ലോ ബോക്സിൽ വരിക. ഈസ് യുവർ വർക്ക് എ സക്സസ്? സക്സസ് എന്നാണ് നമുക്ക് വേർഡ് കിട്ടിയത് അല്ലേ? ഈസ് യുവർ വർക്ക് എ സക്സസ്? നിങ്ങളുടെ വർക്ക് സക്സസ് ആയോ? യെസ്. നെക്സ്റ്റ് വൺ ഈ ഒരു ഭാഗമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ, അബിൻ റബ് ദി മാജിക് റിംഗ്. അവിടെ ഐ ആണ് യെല്ലോ ബോക്സിൽ വരിക. എ ഹ്യൂജ് ക്രെയിൻ അപ്പിയർഡ്. എൻ, ദ ക്രെയിൻ സേവ്ഡ് ദി ഡീർ. എൻ, എ ലയൺ അറ്റാക്ഡ് അബിൻ. ഇ, ദ ക്രെയിൻ സേവ്ഡ് അബിൻ. ആർ, ആർ യു എ വിന്നർ? വിന്നറാണ് ഉത്തരം. ഇനി നമുക്ക് പാഠപുസ്തകം വായിക്കാം. ദ ഫ്ലൈറ്റ്, പറക്കൽ. ഡോണ്ട് വറി മൈ ലിറ്റിൽ ബോയ്, ഐ വിൽ ടേക്ക് യു ഹോം സൂൺ, ദ ക്രെയിൻ സാറ്റ്. വിഷമിക്കേണ്ട എൻ്റെ കുഞ്ഞെ, ഞാൻ പെട്ടെന്ന് നിന്നെ വീട്ടിലെത്തിക്കാം, കൊക്കു പറഞ്ഞു. ദ ക്രെയിൻ ഫ്ലട്ടേർഡ് ഇറ്റ്സ് വിങ്സ്. കൊക്ക് തൻ്റെ ചിറകുകൾ അടിച്ചു. അബിൻ ക്ലങ് ടു ഇറ്റ്സ് ലെങ്സ്. അബിൻ കൊക്കിൻ്റെ കാലുകളിൽ തൂങ്ങി. ദ ക്രെയിൻ റോസ് ഇൻ ടു ദി സ്കൈ എഗെയിൻ. കൊക്ക് വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു. They flew over mountains and across valleys. അവർ പർവ്വതങ്ങൾക്ക് മുകളിൽ കൂടിയും താഴ്വരകൾക്ക് കുറുകെയും പറന്നു. Now we are flying over the sea, the crane said. നാം ഇപ്പോൾ പറക്കുന്നത് കടലിന് മുകളിൽ കൂടിയാണ്. അബിൻ looked down. അബിൻ താഴേക്ക് നോക്കി. He saw the deep blue sea. അവൻ നീല നിറത്തിലുള്ള ആഴക്കടൽ കണ്ടു. The waves were playing with the wind. തിരമാലകൾ കാറ്റുമായി കളിക്കുകയായിരുന്നു. My home, അബിൻ cried. എൻ്റെ വീട്, അബിൻ വിളിച്ചു പറഞ്ഞു. The crane flew down. കൊക്ക് താഴേക്ക് പറന്നു. Reunion, വീണ്ടും ഒരു കൂടിച്ചേരൽ. അബിൻ heard the sound of the waves. അബിൻ തിരകളുടെ ശബ്ദം കേട്ടു. Look, that is my home. അബിൻ yelled in joy. നോക്കൂ, അതാണ് എൻ്റെ വീട്. അവൻ ആഹ്ലാദം കൊണ്ട് ഉച്ചത്തിൽ കൂവി. The crane almost touched the ground. കൊക്ക് ഏറെക്കുറെ നിലം തൊട്ടു. Mom, അബിൻ called out and ran to his house. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് ഓടി. അബിൻ turned to say goodbye to the crane. കൊക്കിനോട് യാത്ര പറയാനായി അബിൻ തിരിഞ്ഞു നോക്കി. But the crane had disappeared in the sky. പക്ഷെ കൊക്ക് ആകാശത്തിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. അബിൻസ് father and mother came out. അബിൻ്റെ അച്ഛനും അമ്മയും പുറത്തെത്തി. I'm sorry, my dear. Where were you? Father asked by hugging Abin tightly. എനിക്ക് സങ്കടമുണ്ട് മോനെ, നീ എവിടെയായിരുന്നു? കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ചു. Abin wanted to tell them all about the magic ring, the crane, the deer, the lion. അബിൻ അവരോട് മാന്ത്രിക മോതിരം, കൊക്ക്, മാന്, സിംഹം എല്ലാറ്റിനെയും കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. But nothing came out. പക്ഷെ ഒന്നും പുറത്തേക്ക് വന്നില്ല. Words choked in his throat. വാക്കുകൾ അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങി. Come dear, let's go inside, mother said. വരൂ മോനെ, നമുക്ക് അകത്തേക്ക് പോകാം, അമ്മ പറഞ്ഞു. അബിൻ looked at the sky again. അബിൻ വീണ്ടും ആകാശത്തേക്ക് നോക്കി. Where has the crane gone? കൊക്ക് എവിടെ പോയിരിക്കും? അബിൻ looked up. അബിൻ മുകളിലേക്ക് നോക്കി. He saw a white feather floating in the air. ആകാശത്തിൽ ഒരു വെള്ളത്തൂവൽ പാറി നിൽക്കുന്നത് അവൻ കണ്ടു. A smile appeared on his Abin face.
അബിൻ്റെ മുഖത്തൊരു മന്ദഹാസം പ്രത്യക്ഷപ്പെട്ടു. താങ്ക് യു. കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്.